അങ്ങനെ എൻ്റെ കൊച്ചു ഗ്രാമമായ മുരിക്കാശ്ശേരിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം വൈഗ അണക്കെട്ടും വേളാങ്കണ്ണിപ്പള്ളിയൊക്കെ സന്ദർശിച്ച് അടുത്ത യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ എങ്ങോട്ടേക്കാണ് പോണേ? രാമേശ്വരത്തിന് പോവാണ്. അപ്പോൾ ഇത് എല്ലാവരും രാമേശ്വരത്തിന് പോകാനുള്ള തിരക്കിലാണ്. നമ്മുടെ വാഹനം നമ്മുടെ മുണ്ടയ്ക്കൽ ട്രാവൽസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പല കുടുംബങ്ങളിലുള്ളവര്, പല സ്ഥലങ്ങളിലുള്ളവര്, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളൊക്കെ ഉള്ളവര്, ഇവരെയെല്ലാം ഒരു കുടക്കീഴിലാക്കി മനോഹരമായൊരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഷാജി ചേട്ടനെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലളിതനും സരസനുമായ അദ്ദേഹത്തിന് യാത്രക്കാരെ കയ്യിലെടുക്കാൻ പ്രത്യേകമായൊരു കഴിവ് തന്നെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ബസ് യാത്രയ്ക്ക് ശേഷം ഏകദേശം ഒരു 11 മണിയോട് കൂടി ഞങ്ങൾ രാമേശ്വരത്തെത്തി. ക്ഷേത്ര ദർശനം നടത്താനുള്ളവർ വെളുപ്പിന് ഒരു 4 മണിയോട് കൂടി റെഡിയാവണം. ഇതായിരുന്നു ഷാജി ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്ന നിർദ്ദേശം. ഒരു 3:30 ആയപ്പോഴേക്കും ഞാനും എൻ്റെ റൂമിലുണ്ടായിരുന്നവരും റെഡിയായി കഴിഞ്ഞു. എന്നെ കൂടാതെ എൻ്റെ റൂമിൽ വേറെ 4 പേർ കൂടി ഉണ്ടായിരുന്നു. ഇതിലെല്ലാവരും ക്ഷേത്ര ദർശനത്തിന് പോയില്ലാട്ടോ. രാമേശ്വരം ശിവക്ഷേത്രം കാണുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. നമ്മുടെ ബസ് ക്ഷേത്ര പരിസരത്തേക്ക് കടത്തിവിടത്തില്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഓട്ടോയിലാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവിടെ മാത്രമല്ല കേട്ടോ, വലിയ വാഹനങ്ങളൊന്നും അവർ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കാറില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നും 150 രൂപയാണ് കേട്ടോ അമ്പലത്തിലേക്ക് അവർ ഓട്ടോ ചാർജായി ഈടാക്കുന്നത്. അത് വളരെ കൂടുതലാണ് എങ്കിലും നമുക്ക് കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. ഈ ഒരു സമയത്ത് പോലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. പച്ച സാരി ഉടുത്ത സ്ത്രീകളെയും ചുമന്ന സാരി ഉടുത്ത സ്ത്രീകളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ തീർത്ഥാടന സംഘത്തിലുള്ള മറ്റാളുകളൊക്കെ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. പുഷ്പ ചേച്ചിക്കും മോഹൻ ചേട്ടനും ഒപ്പമാണ് ഞാൻ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത്. മോഹനൻ ചേട്ടന് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ സാധിച്ചില്ല. കാരണം എന്തെന്ന് ഞാൻ വഴിയേ പറയാട്ടോ. അങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ ക്ഷേത്ര പരിസരത്തൂടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ എത്തിയ ദൈവദൂതന്മാരാണ് കേട്ടോ ഇവരൊക്കെ. അങ്ങനെ ഞങ്ങള് പ്രധാന കവാടത്തിൽ എത്തിയതും അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ദർശനം നടത്തണമെങ്കിൽ 2000 രൂപയാണ് കേട്ടോ ഫീസായി ഈടാക്കുന്നത്. അത്രയും വലിയ തുക കൊടുത്ത് ക്ഷേത്ര ദർശനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തിരികെ പോകാമെന്നൊക്കെ പുഷ്പ ചേച്ചി എന്നോട് പറഞ്ഞു. ഒന്നുകൂടി നോക്കാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ചോദിച്ചും കേട്ടുമൊക്കെ ഫ്രീ ആയിട്ട് ദർശനം നടത്തുന്ന സ്ഥലത്ത് ഞങ്ങളും എത്തി. രാവിലെ 6:30-ക്കാണ് കേട്ടോ ഈ ഒരു വഴി ഓപ്പൺ ആവുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് ഈ ഒരു ക്യൂവിൽ ഏറ്റവും മുമ്പിലായിട്ട് തന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചു. അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വഴികളിലൂടെയല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ചെരുപ്പുകളൊക്കെ പുറത്തു സൂക്ഷിക്കണം. ആയിരങ്ങൾ വന്നു പോകുന്ന ഈ അമ്പലത്തിന്റെ പരിസരത്ത് നമ്മുടെ ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മോഹനൻ ചേട്ടൻ ഇതിനു മുമ്പ് ഈ അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പുമായി മോഹൻ ചേട്ടൻ ഞങ്ങളെയും കാത്ത് പുറത്തിരിക്കുകയാണ്. ഈ ഒരു കൊച്ചു യാത്രയിൽ ഞാൻ പരിചയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ഇവരെ എനിക്ക് ഒരിക്കലും മറക്കാനാവത്തില്ല കേട്ടോ. ഈ ക്ഷേത്ര ദർശനത്തിലെല്ലാം ഇവര് നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂർ സമയം മാത്രമേ ഇവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ ഒരു സമയം കൊണ്ട് അവര് ഞങ്ങളുടെ ഹൃദയം കീഴടക്കി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു സഹായികളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഒരു വലിയ ക്ഷേത്രത്തിലെ ദർശനങ്ങളൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വീഡിയോയിൽ പകർത്താൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, അതാണല്ലോ അതിന്റെ ശരി. ഈ ഒരു ക്ഷേത്രത്തിലെ കൊത്തുപണികളും കൽത്തൂണുകളും എല്ലാം വളരെ വിസ്മയകരമാണ്. ഇതേപോലുള്ള അത്ഭുത ക്ഷേത്രങ്ങളൊക്കെ ശരിക്കും നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയേണ്ടവ തന്നെയാണ്. ഏതായാലും ഈ ഒരു ക്ഷേത്ര ദർശനം എനിക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ അടുത്തതായിട്ട് 21 കിണറ്റിലെ തീർത്ഥജലം കൊണ്ട് കുളിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി 1 മണിക്കൂർ കൊണ്ട് ഹൃദയത്തിൽ നല്ല ഒരു അനുഭൂതിയുമായി ഞങ്ങൾ പുറത്തിറങ്ങി. ഈ സമയത്തെല്ലാം അക്ഷമനായി ഞങ്ങളെയും കാത്തിരുന്ന മോഹൻ ചേട്ടന് ഒരുപാട് നന്ദി. അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തിയപ്പോഴേക്കും രാവിലത്തെ പ്രഭാത ഭക്ഷണം റെഡിയായി കഴിഞ്ഞു. പഴംപൊരി, പപ്പടം, ഉപ്പുമാവ്, കട്ടൻ ചായ. ഇത് നമ്മുടെ രാമേശ്വരത്തെ പ്രഭാത ഭക്ഷണം ഇതാണ്. ഉപ്പുമാവ്, പഴംപൊരി, പപ്പടം, കട്ടൻ ചായ. രുചികരമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഒരു 9 മണിയോട് കൂടി ഞങ്ങൾ പോയത് ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടിയിലെ അടിപൊളി വിശേഷങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.